പലപ്പോഴും കടമുള്ള ആളുകൾക്ക് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ സാമ്പത്തികത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും അവർക്കുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. മറ്റുള്ളവരെ ഒത്തിരി ബ്ലെയിം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയും ആ ബാങ്കിനെ ബ്ലെയിം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഒരിക്കലും ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പണം തന്ന് സഹായിച്ച ആൾക്കാരാണ്. ഇപ്പോൾ തിരിച്ചടയ്ക്കാനായിട്ട് അവർ ചോദിക്കുമ്പോൾ അവർ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അവരെ നമ്മൾ ബ്ലെയിം ചെയ്യാതെ നമ്മൾ അവർക്ക് റെസ്പെക്ട്ഫുള്ളി അത് തിരിച്ചടയ്ക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി നമ്മൾ ചില ആൾക്കാർ ഫാമിലിനെ ഒത്തിരി കുറ്റം പറയും. ഈ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി പൈസ ചിലവാക്കിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ കടത്തിൽ പെട്ടുപോയത്. ഇങ്ങനെ ഓരോ ബ്ലെയിമും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഈ ബ്ലെയിം എല്ലാം അവസാനിപ്പിക്കുക. കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിലാണെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്നത്. ഇനി ചില ആൾക്കാർ കടം വരുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും ജാമ്യം കൊടുത്തിട്ടായിരിക്കും. ഈ ജാമ്യം കൊടുക്കാനുള്ള തീരുമാനമെടുത്ത നിങ്ങളാണ്. അതിൻ്റെ പേരിൽ നമുക്കൊരിക്കലും മറ്റുള്ളവരെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവനവൻ ഏറ്റെടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ കടക്കാരോട് നമ്മൾ പോയിട്ടൊന്നും ബാർഗെയിൻ ചെയ്യുക. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കിട്ടാൻ പറ്റുമോ, അല്ലാന്നുണ്ടെങ്കിൽ വൺ ടൈം ആയിട്ട് സെറ്റിൽ ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി പൈസ കുറച്ചിട്ട് എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ. ഇങ്ങനെ ചെയ്തോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഇൻകം കൂട്ടുക. ഇൻകം കൂട്ടിയിട്ട് കടം വീട്ടാനായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. കാരണം ഫസ്റ്റ് കടം വീട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞാലും ഇൻട്രസ്റ്റ് വന്ന് നമ്മുടെ വെൽത്ത് ഈ കടം നമ്മളെ സഖ് ചെയ്തെടുത്തുകൊണ്ട് പോകും. അങ്ങനെ ചെയ്യാതെ കടത്തിന് ഓണർഷിപ്പ് എടുത്തിട്ട് അവനാവൻ തന്നെ കടം വീട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡെറ്റ് ഫ്രീ ആവാൻ പറ്റും.